ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഓ, ജലദോഷം പിടിച്ച് ചെറിയ പനിയുണ്ട്. എന്തിൻ്റെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാൻ പോവുകയാണ്. എൻ്റെ കൂടെ അച്ഛനുണ്ട്. ഒരു ആയോറായി ഇങ്ങനെ ബലം പിടിച്ചിരിക്കല്ലേ, ഇതാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബിനെ തോപ്പിക്കും. എന്തോ 2-1 ലക്സി. എൻ്റെ സ്കോർ പ്രഡിക്ഷനും 2-1. നോക്കാം നമുക്ക്. ഗൈസ്, ഒരു പുള്ളിക്കാരനും കൂടെ ഉണ്ട് നമ്മുടെ ഒപ്പം. എന്താ ബ്രോ, വ്ളോഗിങ്ങാണോ? ജേഴ്സി പുതിയ മേടിച്ചാ? കൊള്ളാം കൊള്ളാം. എത്രയായി ജേഴ്സിക്ക്? ജേഴ്സി ഇപ്പൊ 150 രൂപയാണ് പറഞ്ഞത്. നോവയുടെ ജേഴ്സിയാണ്. നോവയുടെ കാണിച്ചേ ചെറുതായിട്ട്. വേറെന്താ ബ്രോടാ? നമ്മളിന്ന് 2-1 ജയിച്ചില്ലെങ്കിൽ സെയിം പ്രഡിക്ഷൻ എന്റെ. അത് തന്നെ 1-1 അടിക്കും. 1-1 എന്തായാലും അടിക്കും. തീർച്ചയായിട്ടും. നോവാസ് അതോടെ 2 ഗോൾ ഉണ്ട്. 2 ആ ഗോൾ അടിച്ചില്ലെങ്കിൽ നോക്കിയോ, കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ച് അടിച്ച് പൊളിച്ച് തീർച്ചയായില്ല, ഉറപ്പായിട്ട് ജയിക്കും. നമ്മള് പിന്നെ ഈ മഞ്ഞക്കെട്ട് വന്ന് വെറുതെ ആവും. ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ നോവാസ് അതോടെ 2 ഗോൾ ഇല്ലെങ്കിൽ നമ്മൾ ജയിച്ചിരിക്കും. കാരണം തീർച്ചയായിട്ടും അടിക്കണം. ഉറപ്പായിട്ട് അടിച്ചിരിക്കും. അത് നോവാസയുടെ ഗോള് ലൂണയുടെ അസിസ്റ്റ് ആണ്. നോട്ട് ചെയ്ത് വെച്ചോ. ലൂണയുടെ അസിസ്റ്റ് ആണ്. വേറെ അസിസ്റ്റ് ചെയ്യില്ല. രാഹുലുണ്ട്, വിപിനുണ്ട്, വിപിനുണ്ട്, എല്ലാരും ഉണ്ട്. അവരെയൊക്കെ വിട്ടാ. പക്ഷെ നോവാസ് അതൊരു ഗോള് ലൂണയുടെ അസിസ്റ്റ് ആയിരിക്കും ഉറപ്പായിട്ടും. ഗോള് ഓക്കെ. ഞാൻ എന്റെ പ്രഡിക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫില് അവന്മാരൊരു ഗോൾ അടിക്കും, നമ്മളെല്ലാം ഡൗൺ ആയിരിക്കും. നമ്മൾ മഞ്ഞപ്പട സ്റ്റാൻഡും എല്ലാം ഡൗൺ ആയിരിക്കും. പക്ഷെ സെക്കൻഡ് ഹാഫില് നമ്മളടിക്കുന്ന 2 ഗോള്, അത് മഞ്ഞപ്പടയുടെ ആ ഒരു ഈസ്റ്റ് ഗാലറിയുടെ ഒരു തരിപ്പായിരിക്കും. പോയി. അതാണ് പ്രഡിക്ഷൻ. അപ്പൊ നമ്മൾ നേരെ ഇപ്പൊ മെട്രോ സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ് നിൽക്കണേ. അത്യാവശ്യം ആളുകളൊക്കെ ഇന്ന് കപ്പാസിറ്റി കുറച്ചേക്കനാണ്. അതിന്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. എന്നാലും ഇന്ന് പവറാണ്. ഹാപ്പി ഓണം, എല്ലാവരും ഹാപ്പി ഓണം. ആ കാര്യം പോലും മെയിനായിട്ട് പറഞ്ഞോണ്ടാ ഹാപ്പി ഓണം. അതുകൊണ്ട് ഗോളൊക്കെ അടിച്ചാൽ മുണ്ടൂരി പറപ്പിക്കും. ഇത് എന്റെ അച്ഛനാട്ടോ. ബ്ലോഗൊക്കെ കാണാറുണ്ട്. അച്ഛനെ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നേരെ അകത്തോട്ട് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതിലില്ല, അതിലാണ് നമ്മൾ വീട്ടിലേക്ക്. അപ്പൊ ഞങ്ങൾ എത്തിയിരിക്കുവാണ്. കിഷോർ ബ്രോനെ വിളിച്ചിട്ടുണ്ടായി. കിഷോർ ബ്രോ അകത്തുണ്ട്. പക്ഷെ ഭയങ്കര തിരക്കാന്ന് പറഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പോലും സ്ഥലം, കാലുത്താൻ പോലും സ്ഥലമില്ലെന്ന് പറഞ്ഞാൽ അത്രയും പ്രശ്നമുണ്ട്. നമുക്ക് ശ്രമിക്കാം. നമ്മടൊപ്പം വലിയൊരു വ്ളോഗറല്ലേ ഉള്ള പുള്ളിയുള്ളപ്പോ പിന്നെ എന്ത് പേടിക്കാം. അതെ, വളർന്നു വരുന്ന വ്ളോഗേഴ്സ്. അതെ, ഞാൻ വളർന്നു വരുന്ന ഒരു വ്ളോഗർ. അതാ അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ എല്ലാ കളിയും കാണാൻ വരാറുണ്ട് ഇവിടെ? എല്ലാ കളിയും സ്ഥിരമായിട്ട് വരുന്നതാണോ? എവിടെ വീട്? എവിടെയാ ചേട്ടന്റെ? കച്ചേരിപ്പടി, എറണാകുളം കച്ചേരിപ്പടി. പേരെന്താ ചേട്ടന്റെ? അമ്മൂമ്മയുടെ പേര്? നിങ്ങള് കളി സ്ഥിരമായിട്ട് കാണാൻ വരും? ഇത്രയും പ്രായം സമ്മതിക്കണോട്ടെ. ഈ പ്രായത്തില് നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എറണാകുളം കച്ചേരിപ്പടി. കിഷോർപ്പെട്ട് അങ്ങനെ സ്ഥലം നമ്മുടെ കിഷോർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അവ അറിയും ബ്രദർ. സുഖല്ല? ഓ, സൈസ് സെയിം സൈസ്. എക്സൽ. എന്റെ ഫാദറിന് കറക്റ്റ് സൈസാ. പൊളി പൊളിക്കുന്നത്.
ഗൈസ് ഇനി നമുക്ക് കിഷോറിനോട് സ്കോർ പ്രഡിക്ഷൻ ചോദിക്കാം. കിഷോർ, വാട്ട്സ് യുവർ സ്കോർ പ്രഡിക്ഷൻ? 2-1. 2-1 സെയിം. എവരിവൺ എല്ലാരും 2-1 അവറാണ്. നഫ്സും 2-1 അവർ. ഓളി ഇപ്പൊ നമ്മളൊരു സംഭവം കണ്ട്, വയസ്സായ ആൾക്കാരെ കണ്ട്. ഇത് കണ്ടോ, പുറകില് 5 മാസമുള്ള കുട്ടി വരെ ബ്ലാസ്റ്റേഴ്സുകാരാണ്. അതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പവർ. മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ, എന്തോരം ഫോട്ടോ എടുത്തിട്ടായിരിക്കും ഒരു കുഞ്ഞി കൊച്ചിനെ കൊണ്ട് ഒരു ഫംഗ്ഷന് പോണ കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു കളി കാണാൻ വരുമ്പോൾ പറയുമ്പോൾ എന്തോരം പേരുണ്ട്, എന്തോരം റഷ് ആയിരിക്കും നിങ്ങൾ ചിന്തിക്കണം. അപ്പോഴും ടീമിനോടുള്ള ഒറ്റ ഇഷ്ടത്തിന് പറയുന്നത് ഫുൾ ഫാമിലിയാന്നാണ്. ഫുൾ ഫാമിലി. ടീഫൊക്കെ റെഡി ആയിട്ടുണ്ട്. കളി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ടീഫ് റിവീൽ ചെയ്യും. നോക്കാം എന്തായിരിക്കും അതിന്റെ അകത്ത് കിടക്കുന്നത്. പൊളിക്കും ബ്ലാസ്റ്റേഴ്സ്. ഞങ്ങളെല്ലാവരും ഇരിക്കുവാണ്. വയനാടിന് വേണ്ടിയുള്ള ടിഫോയാണോ? അതെ, വയനാടിന് വേണ്ടിയുള്ള ടിഫോ. നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്തായാലും അടിപൊളി ഒരു ടിഫോയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ മാച്ചിൽ പ്ലേയേഴ്സിന്റെ കൂടെ ഇറങ്ങുന്ന പിള്ളേര് വയനാട് ചൂരൽമലയിലെ ഉരുൾപൊട്ടലില് വന്നിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ അവരോടുള്ള റെസ്പെക്ട് കൂടിയാണ് ഈ ഒരു ടിഫോയില് കൊണ്ടുവരണം കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഇവര് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഹാർട്സ് ഓഫ് ടു മഞ്ഞപ്പട. ഞങ്ങൾ കൂടെ ഉണ്ട് മഞ്ഞപ്പട. Good try, good try. Super, super. Ah, super. Let's go, let's go. Yeah. Who the fuck is Punjab? Hey! Hey! Sachine, polkada. Okay. Come on, come on. Go, 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 go.
ഹാഫ് ടൈം ആയിരിക്കുവാണ്. സ്റ്റിൽ സ്റ്റാൻഡിങ് 2-1 പ്രഡിക്ഷൻ 1-0. അതെ, ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസ് അത്രക്കൊന്നും വരുന്നില്ല. എന്നാലും അല്ലേ, സമയം വേണം. പഞ്ചാബാണ് കൂടുതൽ അറ്റാക്ക് ചെയ്തത്. എന്നാലും ടൈം കിട്ടും നമുക്ക്. ഇപ്പോഴും 2-1 തന്നെയാണ്. നല്ല കളി തന്നെ നമ്മൾ കളിക്കുന്നത്. അവരും കളിക്കണം. അവരും കളിക്കുന്നുണ്ട്. നല്ല ഫുട്ബോളാണ്. എന്തും സംഭവിക്കാം. ടൂർണമെന്റിലും മാജിക്കാണ്. അത് ലാസ്റ്റ് ഇയറിൽ ചിന്തിച്ചാൽ മതി. കാര്യം കേരളം 2-0 ഹാഫ് ടൈം വരെ പിന്നിട്ട് നിന്നിട്ടാണ് സെക്കൻഡ് ഹാഫിൽ തിരിച്ച് 4 ഗോൾ അടിച്ച് നമ്മുടെ ടീം ഗോവനെ തോൽപ്പിച്ചത്. വേറെ സംഭവം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗോളിന് വേണ്ടിയാണ് ഇവരെല്ലാരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഗോള് വീണ ഇതുവരെ കണ്ട സീനായിരിക്കും ചെയ്തല്ലേ. This is football. Anything will happen. Let's see, hope. എല്ലാം വരുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് ആരംഭിക്കുക. അത്തരത്തിൽ ഇറങ്ങി കഴിഞ്ഞു ഓർക്കളത്തില്. ജീസസ് വരപ്പോത് ഈശ്വരയുടെ കൂടെ കൂടി ഞാനിപ്പോ തമിഴിലെ പേര് എല്ലാം തമിഴ്, ഇംഗ്ലീഷ്, മലയാളം എല്ലാം. We are Blasters. ഇനി വെറുത്തമ്മയാണ് പോരെ. സൂപ്പർ. Penalty.
നമ്മുടെ ടീമിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ സച്ചിൻ ലാസ്റ്റ് എന്തോ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക്, ഭാഗ്യം ഉണ്ടായല്ലോ. എപ്പോഴും തന്നെ 2-1 ഫസ്റ്റ് മാച്ച് അല്ലേ, ടീം സെറ്റ് ആവുന്നുണ്ടാവുള്ളൂ. ടൈം വേണമായിരിക്കും, സെറ്റ് ആവുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത കളി നമ്മൾ ഇതേ സപ്പോർട്ട്, ഇതിലും വലിയ സപ്പോർട്ട് ഉണ്ടാവും തീർച്ചയായിട്ടും വരും. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യട്ടാ ജസ്റ്റ് വ്ളോഗറിന്റെ യൂട്യൂബ് ചാനൽ. ഓക്കെ കിഷോർ, see you next game.